ഹലോ കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? +1 പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ഫിസിക്സിലെ വീഡിയോ സീരീസിലെ അടുത്ത വീഡിയോ. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചാപ്റ്റർ നമ്പർ 5 ലോസ് ഓഫ് മോഷൻ. ലോസ് ഓഫ് മോഷനിൽ 4 ടോപ്പിക്സ് ആണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ടോപ്പിക്സ് ഏതൊക്കെയാണെന്നും അതിന്റെ വിശദമായിട്ടുള്ള എക്സ്പ്ലനേഷനും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ 4 ടോപ്പിക്സ് ആണ് ഫോക്കസ് ഏരിയയിൽ ഇത്തവണത്തെ എക്സാമിന് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ഈ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ 2 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. ഒന്ന്, ഫോഴ്സ് F=ma എന്ന് പറയുന്ന ഇക്വേഷന്റെ ഡെറിവേഷൻ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു സിമ്പിൾ ഡെറിവേഷൻ ആണ്. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പഠിച്ചെടുക്കാവുന്ന ഒരു ഡെറിവേഷൻ ആണ്. പിന്നെ ഈ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലംസും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷനോടൊപ്പം പഠിക്കുന്ന ഒരു പുതിയ ടേം ആണ് ഇമ്പൾസ് എന്ന് പറയുന്നതും. ഇമ്പോർട്ടൻസ് ഓഫ് ഇമ്പൾസ് ഇൻ പ്രാക്ടിക്കൽ ലൈഫ്. അത് നമുക്ക് ഗിവ് റീസൺ എന്നൊക്കെ പറഞ്ഞിട്ട് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്ന കുറച്ച് പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ഉണ്ട്. അതും നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. രണ്ടാമത് പറയുന്ന ഫോക്കസ് ഏരിയ ടോപ്പിക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. അതിന്റെ പ്രൂഫും സ്റ്റേറ്റ്മെന്റും നമുക്കൊരു 3 മാർക്കിനൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു വളരെയധികം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യം കൂടിയാണ്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം എന്നുള്ളത് എളുപ്പത്തിൽ പഠിക്കാവുന്ന ടോപ്പിക് തന്നെയാണ്. മൂന്നാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക് ഫ്രിക്ഷൻ. ഫ്രിക്ഷനെ കുറിച്ച് നമ്മൾ സ്റ്റാറ്റിക്, കൈനറ്റിക് ആൻഡ് റോളിംഗ് ഫ്രിക്ഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പിന്നെ കമന്റ് ഓൺ ദ സ്റ്റേറ്റ്മെന്റ് ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവൽ എന്നുള്ളത് ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രിക്ഷന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും അല്ലെങ്കിൽ അഡ്വാൻറ്റേജസും ഡ്രോബാക്സും ഇതാണ് എഴുതേണ്ടത്. അതിൽ ഉൾപ്പെടുത്തേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്നും നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അതുപോലെ ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ട് പല സ്ഥലങ്ങളിലും ഫ്രിക്ഷൻ ഒരു ഡ്രോബാക്ക് ആയിട്ട് വരാറുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത ഒരു സംഭവമായിട്ട് വരാറുണ്ട്. ആ സമയത്ത് ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ മെത്തേഡ്സ് ആണ് ഫോളോ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതും ഈ ഫ്രിക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ ഉൾപ്പെടുത്തി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നാലാമത്തെ ടോപ്പിക് സർക്കുലർ മോഷൻ. ഇതും വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. കാരണം സർക്കുലർ മോഷനിൽ 2 സബ് ടോപ്പിക്സ് ഉൾപ്പെടുന്നുണ്ട്. ഒന്ന്, ബെൻഡിങ് ഓഫ് എ സൈക്ലിസ്റ്റ് ഓൺ എ കർവ്ഡ് റോഡ്. രണ്ടാമത്തേത് ബാങ്കിങ് ഓഫ് റോഡ്. ഈ ബാങ്കിങ് ഓഫ് റോഡ് നമുക്ക് ലോങ് ആൻസർ കാറ്റഗറിയിൽ 5 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിനൊക്കെ ഏറ്റവും അധികം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്നതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെല്ലാം കോർ ടോപ്പിക്സ് ആണ്. ഇതിനെല്ലാം നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. എല്ലാവരും നല്ല കോൺസെൻട്രേഷനോടുകൂടി ക്ലാസ് കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. നമുക്ക് നോക്കാം മനസ്സിലാവുന്നുണ്ടോന്ന്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ടോപ്പിക്കിന് തുടങ്ങാം. നമുക്ക് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടന്റെ 3 ലോസ് ഓഫ് മോഷൻ നമ്മൾ 9ാം ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്, സ്റ്റേറ്റ്മെന്റ് എല്ലാം അല്ലെ. അതിൽ ഫസ്റ്റ് ലോ ഓഫ് മോഷനിൽ നമ്മൾ പറയുന്നത് വാട്ട് ക്യാൻ എ ഫോഴ്സ് ഡു എന്നുള്ളതാണ്. എന്തിനാണ് ഫോഴ്സ് ആവശ്യമുള്ളത് എന്നാണ് നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് മോഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. ഇനേർഷ്യനെ ഓവർകം ചെയ്യാനാണ് നമുക്ക് ഒരു ഫോഴ്സ് ആവശ്യമായിട്ട് വരുന്നത്. ഒരു റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ മൂവിങ് ഒബ്ജക്റ്റിന്റെ ഡയറക്ഷനോ സ്പീഡോ ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഫോഴ്സ് ആവശ്യമായിട്ടുള്ളത് എന്നാണ് ഫസ്റ്റ് ലോ ഓഫ് മോഷനിൽ പഠിച്ചത്. സെക്കൻഡ് ലോ ഓഫ് മോഷൻ കുറച്ചുകൂടെ ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത് എത്രത്തോളം ഫോഴ്സ് ആണ് ആവശ്യമുള്ളത്. നമ്മൾ ഫസ്റ്റ് ലോയിൽ പറഞ്ഞു ഇനേർഷ്യ ഓവർകം ചെയ്യാനായിട്ട് ഫോഴ്സ് ആവശ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. പക്ഷെ ഓരോ വസ്തുവിന്റെയും വെയിറ്റിനനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ സ്പീഡിനനുസരിച്ചൊക്കെ എത്രത്തോളം ഫോഴ്സ് ആണ് ആവശ്യമുള്ളത് എന്ന് മനസ്സിലാക്കുന്നത് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ അനുസരിച്ചാണ്. അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ അതിന്റെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു applied force taken place in the direction in which the force act. ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് ഒരു വസ്തുവിന്റെ മൊമെന്റത്തിൽ ചേഞ്ച് സംഭവിക്കാറുണ്ട്. ആ ചേഞ്ച് ഇൻ മൊമെന്റത്തിനോട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ മൊമെന്റത്തിന് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് അത് ഫോഴ്സിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ളതാണ് ന്യൂട്ടൺ അദ്ദേഹത്തിന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷനിലൂടെ പറഞ്ഞിരിക്കുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ്. വളരെ എളുപ്പമുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, പഠിച്ചു വെക്കണം, എക്സാമിന് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ചോദ്യം കൂടിയാണ്. അപ്പോ ഇതിന്റെ ഡെറിവേഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റിനെ ഒന്ന് മാത്തമാറ്റിക്കൽ ഫോമിൽ എഴുതാം. ഫോഴ്സ് is proportional to change in momentum divided by time taken. ഇതില് ഫോഴ്സിന് നമ്മൾ കൊടുക്കുന്ന സിമ്പിൾ F എന്നുള്ളതും മൊമെന്റം എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ 9ലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്.
പി എന്നുള്ള സിമ്പിൾ ആണ് മൊമെന്റത്തിന് കൊടുക്കാറുള്ളത്. പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി എന്നതാണ് മൊമെന്റത്തിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ ഇവിടെ ഫോഴ്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം ടേക്കൺ എന്നുള്ളതിനെ മാത്തമാറ്റിക്കലി നമുക്ക് എഴുതാൻ പറ്റുന്നത് എങ്ങനെയാണ്? എഫ് ഇസ് പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. ഈ ഡെൽറ്റ എന്നുള്ള സിമ്പിൾ കൊടുക്കുന്നത് ചേഞ്ച് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പി ആണ് മൊമെന്റത്തിന്റെ സിമ്പിൾ. ഡെൽറ്റ പി എന്ന് എഴുതുമ്പോൾ ചേഞ്ച് ഇൻ മൊമെന്റം ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് എഴുതി കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ടൈം എന്നുള്ളതാണ്. ഇനി ഒരു ഇൻസ്റ്റന്റേനിയസ് ടൈം എടുക്കുവാണെങ്കിൽ, ഇൻസ്റ്റന്റേനിയസ് എന്നുള്ളതിന്റെ അർത്ഥം ടൈം ഇന്റർവെൽ ഏറ്റവും ചെറുതായിട്ടിരിക്കുന്ന സമയത്ത്. ഓക്കെ, ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി നമുക്ക് ഈക്വൽ ടു കൊണ്ടുവരുമ്പോൾ വരുന്ന പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിന്റെ പേരാണ് കെ എന്നുള്ളത്. കെ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ്. ഓക്കെ, ഇനി ഈ ഡെൽറ്റ ടി എന്ന് പറയുന്ന വാല്യൂ സീറോനോട് ഏറ്റവും അടുത്ത് നിൽക്കുക, അതായത് ചേഞ്ച് ഇൻ ടൈം ഇസ് ടെൻഡിങ് ടു സീറോ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഒരു ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഈ ചേഞ്ച് എന്നുള്ള വാക്കിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് ഡിഫറൻഷ്യൽ എന്നുള്ളത്, അല്ലെ? ഡിഫറൻസിയേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ചേഞ്ച് ഇൻ വൺ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ അനദർ ക്വാണ്ടിറ്റി when the difference is very very small, the change is tending to zero, limit delta t tends to zero എന്ന് എഴുതി കഴിഞ്ഞാൽ അർത്ഥം ഇതാണ്: നമ്മൾ വളരെ ചെറിയ ഒരു ടൈം ഇന്റർവെല്ലിന് ഈ ചേഞ്ച് ഇൻ മൊമെന്റം മെഷർ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മീനിങ്. അതിനെ പറയുന്ന പേരാണ് ഡിഫറൻഷ്യൽ. അപ്പൊ നമുക്ക് ഇവിടെ എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡി പി ബൈ ഡി ടി എന്ന് എഴുതാം. ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്ന് വെച്ചാൽ ചേഞ്ച് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഡി പി ബൈ ഡി ടി എന്ന് എഴുതുമ്പോൾ ഇറ്റ് ഈസ് റീഡ് ആസ് ഡിഫറൻഷ്യൽ ഓഫ് മൊമെന്റം വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, ഇനി നമുക്ക് ഇതിനൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് പി എന്ന് പറയുന്നത് മൊമെന്റം ആണ്. മൊമെന്റത്തിന്റെ ഫോർമുല നമുക്ക് അറിയുന്നതാണ്. എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ്, അതായത് ഇവിടെ ഡി ബൈ ഡി ടി അതുപോലെ എഴുതി പിക്ക് പകരം നമുക്ക് എം ഇൻറ്റു വി എന്ന് എഴുതാം. എം എന്ന് പറയുന്നത് മാസും വി എന്ന് പറയുന്നത് വെലോസിറ്റിയും ആണ്. മാസ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, അല്ലെ? അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് കോൺസ്റ്റന്റിനെ നമുക്ക് പുറത്തോട്ട് എടുക്കാം. അപ്പൊ ഇത് എന്താവും? എഫ് ഇസ് ഈക്വൽ ടു കെ ഇസ് ഓൾറെഡി എ കോൺസ്റ്റന്റ്. ഇനി എമ്മിനെ കൂടെ നമുക്ക് ഡിഫറൻഷിയേറ്റിനെ പുറത്തോട്ട് എടുക്കാം. ബാക്കി റിമൈനിങ് ആയിട്ടുള്ള എന്താണ്? ഡി വി ബൈ ഡി ടി. ഡി വി ബൈ ഡി ടി എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ഡിഫറൻഷ്യൽ ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. സെക്കൻഡ് ചാപ്റ്ററിൽ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ നമ്മൾ പഠിച്ചതാണ് ഡിഫറൻഷ്യൽ ഓഫ് വെലോസിറ്റി ഇസ് നത്തിങ് ബട്ട് ആക്സിലറേഷൻ. അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എം ഇൻറ്റു എ എന്ന് എഴുതാം. ഇതാണ് നമുക്ക് കിട്ടിയ ഫോഴ്സിന്റെ ഇക്വേഷൻ. ഇനി ഈ കെ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണെന്ന് പറഞ്ഞു. ഈ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റിയുടെ വാല്യൂ 1 ആവുന്ന രീതിയിലാണ് ഫോഴ്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇൻ SI സിസ്റ്റം. അതായത് ഒരു വസ്തുവിന്, ആ വസ്തുവിന്റെ മാസ് 1 കിലോഗ്രാം ആണെന്ന് വിചാരിക്കാം. അതിന് ആക്സിലറേഷൻ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ഫോഴ്സ് 1 ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കാം. എന്ന് വെച്ചാൽ ഈ ഇക്വേഷനിൽ എഫിന് 1 എന്ന് കൊടുക്കുക, കെയുടെ വാല്യൂ നമുക്ക് അറിയില്ല, into mass of the object is 1 and acceleration is 1. അപ്പോൾ ന്യൂട്ടനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: it is the force required to produce an acceleration of 1 meter per second square in an object of mass 1 kg. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുവാണെങ്കിൽ ഈ കെ എന്ന് പറയുന്ന കോൺസ്റ്റന്റിന്റെ വാല്യൂ 1 ആവുന്ന രീതിയിലാണ് ന്യൂട്ടനെ SI സിസ്റ്റത്തിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. വിച്ച് മീൻസ് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റിയുടെ വാല്യൂ ഇസ് 1 എന്ന് വെച്ചാൽ എഫ് ഇസ് ഈക്വൽ ടു കെ എം എ എന്ന് പറയുന്ന ഇക്വേഷനെ നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് എഴുതാം. കാരണം ഇവിടെ കെയുടെ വാല്യൂ ഇസ് നത്തിങ് ബട്ട് 1. വളരെ സിമ്പിൾ ആയിട്ട് 3 സ്റ്റെപ്പിൽ നമുക്ക് എഴുതാവുന്ന കാര്യമേ ഉള്ളൂ. അതിലിടയ്ക്ക് നമ്മൾ കുറച്ച് സെന്റൻസസ് ഒക്കെ കൂടി ചേർത്തിട്ടുള്ളത് ഇതൊരു 2 മാർക്കിനോ 3 മാർക്കിനോ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് വിശദമായിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. അതായത് സ്റ്റേറ്റ്മെന്റ് എഴുതാം, അതിനെ മാത്തമാറ്റിക്കലി ഒന്ന് റെപ്രസെന്റ് ചെയ്യാം. ഡി പി ബൈ ഡി ടി, അവിടെ പി എന്ന് പറയുന്നത് മൊമെന്റം ആണെന്നും മൊമെന്റത്തിന്റെ വാല്യൂ എം വി ആണെന്നും ഒന്ന് ഓർത്ത് വെക്കണം. അതുപോലെ ഡി വി ബൈ ഡി ടി എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം, അത് ആക്സിലറേഷൻ ആണ് എന്നുള്ളതും ഒന്ന് ഓർത്ത് വെക്കണം. അത് ചെയ്തു കഴിഞ്ഞാൽ എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്ന ഈ ഡെറിവേഷൻ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം. നിങ്ങൾക്കൊരു 90% ഷുവർ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ എല്ലാവരും വിശദമായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷന്റെ കൂടെ നമ്മൾ പഠിക്കുന്ന കുറച്ച് കൺസെപ്റ്റുകളൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആക്സിലറേഷൻ എന്ന് പറയുന്നത് എഫ് ബൈ എം എന്നാണ് ഈ ഇക്വേഷനിൽ നിന്ന് കിട്ടിയത്, അല്ലെ? അതിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് 1 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷനിൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്
ആക്സിലറേഷൻ എന്ന് പറയുന്നത് മാസിനോട് ഫോഴ്സിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും മാസിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആണ്. കാരണം എ എന്ന് പറയുന്നത് ഇസ് നത്തിങ് ബട്ട് F/m. അതിന്റെ അർത്ഥം ഫോഴ്സ് കൂടുമ്പോൾ ആക്സിലറേഷൻ കൂടും, ഫോഴ്സ് കുറയുമ്പോൾ ആക്സിലറേഷൻ കുറയും. ഒരു വസ്തുവിന്റെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഡബിൾ ആക്കിയാൽ വാട്ട് ഹാപ്പൻസ് ടു ആക്സിലറേഷൻ എന്നൊരു 1 മാർക്കിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം ആക്സിലറേഷൻ ഓൾസോ വിൽ ബി ഡബിൾഡ്, ബിക്കോസ് എ എന്ന് പറയുന്നത് ഫോഴ്സിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതേസമയം മാസിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഒരു ലൈറ്റർ ആയിട്ടുള്ള ഒബ്ജക്റ്റും ഹെവി ആയിട്ടുള്ള ഒബ്ജക്റ്റും എടുത്തു കഴിഞ്ഞാൽ ആക്സിലറേഷൻ കൂടുതൽ ഉണ്ടാവുന്നത് ലൈറ്റർ ഒബ്ജക്റ്റിനാണ്. കാരണം ആക്സിലറേഷനും മാസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇതുപോലെയുള്ള 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം. അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത്. ഫോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ വെക്ടർ ക്വാണ്ടിറ്റി ആണ്, അതിനൊരു ഡയറക്ഷനുള്ള ക്വാണ്ടിറ്റി ആണ്. ഫോഴ്സിന് ആക്സിലറേഷൻ ഉണ്ടാക്കാനോ ഡീസിലറേഷൻ ഉണ്ടാക്കാനോ കഴിയും. ആക്സിലറേഷൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒരു വണ്ടി നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആക്സിലറേറ്റർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ കാറിന് ആക്സിലറേഷൻ ഉണ്ടാവും. ആക്സിലറേഷൻ എന്ന് വെച്ചാൽ എന്താ, സ്പീഡ് കൂടും. അതേസമയം ബ്രേക്ക് അപ്ലൈ ചെയ്താലോ, ബ്രേക്കും ഒരു ഫോഴ്സ് തന്നെയാണ്, റെസിസ്റ്റീവ് ഫോഴ്സ് ആണ് അവിടെ കൊടുക്കുന്നത്. ആ സമയത്ത് അതിന്റെ സ്പീഡ് കുറയും. സ്പീഡ് കുറയുന്നതിന് നമുക്ക് ഡീസിലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്ന് പറയാം. SI യൂണിറ്റ് ഓഫ് ഫോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ന്യൂട്ടൺ ആണ്. ക്യാപിറ്റൽ N എന്നുള്ളതാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് കൊടുക്കാറുള്ളത്. 1 ന്യൂട്ടന്റെ ഡെഫിനിഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇറ്റ് ഈസ് ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ആൻ ഒബ്ജെക്ട് ഓഫ് മാസ് 1 kg ഇഫ് ഇറ്റ് പ്രൊഡ്യൂസസ് ആൻ ആക്സിലറേഷൻ ഓഫ് 1 m/s². 1 കിലോഗ്രാം ഉള്ള വസ്തുവിൽ 1 m/s² ആക്സിലറേഷൻ ഉണ്ടാക്കാൻ എത്രത്തോളം ഫോഴ്സ് ആണോ ആവശ്യമായിട്ടുള്ളത് ആ ഫോഴ്സിനെയാണ് നമ്മൾ 1 ന്യൂട്ടൺ എന്ന് ഡിഫൈൻ ചെയ്യാറുള്ളത്. ഓക്കെ, ഇനി ഫോഴ്സിന്റെ കൂടെ പഠിക്കുന്ന അല്ലെങ്കിൽ സെക്കൻഡ് ഓഫ് മോഷന്റെ കൂടെ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇമ്പൾസ് എന്നുള്ളത്. ഈ ഇമ്പൾസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ഒരു വലിയ എമൗണ്ട് ഓഫ് ഫോഴ്സ് ഒരു വസ്തുവിൽ ചെറിയൊരു സമയത്ത് ആക്ട് ചെയ്യാന്ന് വിചാരിക്കും. അതായത് നമ്മളൊരു നെയില് ഒരു വാളിൽ ഹാമർ ഇൻ ഇങ്ങനെ ചുമരിൽ ഇങ്ങനെ അടിച്ചു കയറ്റുന്ന സമയത്ത് ഈ ഹാമർ കൊണ്ട് നമ്മൾ വലിയൊരു ഫോഴ്സ് ആണ് ആ നെയിലിൽ കൊടുക്കുന്നത്. അതേസമയം ആ നെയിലിൽ നമ്മൾ അടിക്കുന്നത് ഒരു ഷോർട്ടർ ഡ്യൂറേഷൻ ഓഫ് ടൈമിലാണ്, അല്ലെ, ചെറിയൊരു സമയത്താണ് അടിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ബോൾ നമ്മൾ ചുമരിലോട്ട് എറിയുന്ന സമയത്ത് ആ ബോളും ചുമരും തമ്മിൽ കോണ്ടാക്റ്റിൽ വരുന്നത് വളരെ ചെറിയൊരു സമയത്തേക്കാണ്. അതേസമയം അതിലുണ്ടാകുന്ന ഫോഴ്സ് ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഫോഴ്സ് ആണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഫോഴ്സിനെ സെപ്പറേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ടൈമിനെ സെപ്പറേറ്റ് ആയിട്ടോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോഴ്സിന്റെയും ടൈമിന്റെയും ഒരു പ്രോഡക്റ്റ്, ഒരു കമ്പൈൻഡ് എഫക്റ്റ് എന്ന് പറയും. ആ ഒരു പ്രോഡക്റ്റിനെ പറയുന്ന പേരാണ് ഇമ്പൾസ്. ഫോഴ്സിനെയും ടൈമിനെയും സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രാക്ടിക്കലി അത്ര പോസിബിൾ അല്ലാത്ത സമയത്ത്, അതായത് വെൻ എ ലാർജ് എമൗണ്ട് ഓഫ് ഫോഴ്സ് ഇസ് ആക്ടിങ് ഫോർ എ വെരി ഷോർട്ട് ഇന്റർവൽ ഓഫ് ടൈം, വി മെഷർ ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം ഡ്യൂറേഷൻ. അതിനെ പറയുന്ന പേരാണ് ഇമ്പൾസ്. ഇമ്പൾസിന് നമ്മൾ കൊടുക്കുന്ന മാത്തമാറ്റിക്കലി ഫോഴ്സ് ഇൻ ടു ടൈം ഡ്യൂറേഷൻ ആണ്. ഈ ഫോഴ്സ് ഇൻ ടു ടൈമിനെ നമുക്ക് ചേഞ്ച് ഇൻ മൊമെന്റം എന്നും കൂടെ എഴുതാം. കാരണം ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻ ടു ആക്സിലറേഷൻ ആണ് ഇൻ ടു ടൈം. അപ്പൊ ആക്സിലറേഷൻ ഇൻ ടു ടൈമിനെ നമുക്ക് വെലോസിറ്റി എന്ന് എഴുതാമല്ലോ. അപ്പൊ മാസ് ഇൻ ടു വെലോസിറ്റി ആണ് മൊമെന്റം. അപ്പോ ഇമ്പൾസ് എന്ന് പറയുന്നതും ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നതും ഒരേ ക്വാണ്ടിറ്റീസ് ആണ്. അവയുടെ ഡയമെൻഷൻസും യൂണിറ്റ്സും എല്ലാം സെയിം ആണ്. ഇതൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഡയമെൻഷൻസിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇമ്പൾസും മൊമെന്റവും ഒരേ ഡയമെൻഷനുള്ള 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. ഓക്കെ, ഇമ്പൾസിന് നമ്മൾ കൊടുക്കുന്ന സിമ്പിൾ J എന്നുള്ളതാണ്. F/T എന്നുള്ള ഫോർമുലയാണ് ഇമ്പൾസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഇമ്പൾസിന് പല രീതിയിലുള്ള പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇത് പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഗിവ് റീസൺ എന്ന് പറഞ്ഞിട്ട് 1 മാർക്കിനൊക്കെ ചോദിക്കാം, 1 മാർക്കിനോ 2 മാർക്കിനൊക്കെ ചോദിക്കാം. ഒന്നാമത്തേത്, ഒരു ഹൈ ജമ്പ് അല്ലെങ്കിൽ ലോങ് ജമ്പ് ആ ഒരു ഇവന്റിൽ പങ്കെടുക്കുന്ന അത്ലറ്റ്സ്, അവർക്ക് ഒരു ലോങ് ജമ്പില് ചാടി വരുന്ന സമയത്ത് ഒരു ഹീപ്പ് ഓഫ് സാൻഡിലോട്ട് ആണ് അവര് വീഴാൻ ശ്രമിക്കുക, അല്ലെ? ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിലോട്ടല്ല, ആ ജമ്പ് കഴിയുന്ന ഭാഗത്ത് ഒരു മണൽക്കൂന എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഹൈ ജമ്പ് പ്ലേയേഴ്സ് ആണെങ്കിൽ അവർ വീഴുന്നത് ഒരു കുഷ്യൻ അല്ലെങ്കിൽ ഒരു മാട്രസിലോട്ടൊക്കെ ആയിരിക്കും. അതിന്റെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഗ്രൗണ്ടിൽ വീഴുന്നതിനേക്കാളും സേഫർ ആയിട്ട് അവർക്കൊരു കുഷ്യൻ സർഫസ് അല്ലെങ്കിൽ ഹീപ്പ് ഓഫ് സാൻഡ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഗിവ് റീസൺ എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റണം. അതിന്റെ റീസൺ എഴുതുന്ന സമയത്ത് നമ്മൾ പറയേണ്ട കാര്യം ഇതാണ്: ഒരു ഫ്ലാറ്റ് സർഫസിലോട്ട് വീഴുമ്പോൾ ആ
അത്ലറ്റ് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പിലോട്ട് വരികയാണ് അല്ലെ. അതായത് അവർക്ക് ഫോഴ്സ് കിട്ടുന്ന ഒരു ടൈം ഡ്യൂറേഷൻ വളരെ കുറവാണ്. അതേസമയം ഒരു മാട്രസിലോട്ട് വീഴുക അല്ലെങ്കിൽ ഒരു മണൽ കൂനയിലോട്ടൊക്കെ വീഴുമ്പോൾ എന്താ പറയാ, അവരുടെ മോഷൻ സ്റ്റോപ്പ് ആവാനായിട്ട് എടുക്കുന്ന സമയം കുറച്ചുകൂടെ കൂടുതലാണ്. പെട്ടെന്ന് ഒരു ഹാർഡ് സർഫസിലോട്ട് വീണ് കഴിഞ്ഞാൽ ദേ ഹാവ് ടു കം ടു എ സഡൻ സ്റ്റോപ്പ് അല്ലെ. അതേസമയം ഒരു മാട്രസിലോട്ടോ അല്ലെങ്കിൽ ഒരു കുഷ്യനിലോട്ടോ അല്ലെങ്കിൽ ഒരു മണൽ കൂനയിലോട്ടൊക്കെ വീഴുവാണെങ്കിൽ they'll take some more time for the object to come to stop. അതിന്റെ അർത്ഥം ടൈം കുറയുന്ന സമയത്ത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കുറവായിരിക്കും. കാരണം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് വെച്ചാൽ എന്താ, dp/dt. ഓക്കെ, അപ്പോ ടൈം കുറയുന്നതിനനുസരിച്ച് അവർക്ക് കിട്ടുന്ന മൊമെന്റവും കുറവായിരിക്കും. അത്ലറ്റ് ഡസ് നോട്ട് ഗെറ്റ് എനി ഹേർട്ട്. അവർക്ക് അത്ലറ്റിന് അധികം ഹേർട്ട് ഉണ്ടാവാത്ത രീതിയിൽ, സോറി ടൈം കുറയില്ല കേട്ടോ, ടൈമോടെ കൂടുതൽ ടൈമാണ് കിട്ടുന്നത്. കൂടുതൽ ടൈം കിട്ടുന്നതിനനുസരിച്ച് മൊമെന്റം കുറയും, ഫോഴ്സും കുറയും. ഫോഴ്സ് ആണ് നമ്മളുടെ ബോഡിയിൽ ഹേർട്ട് ഒക്കെ ഉണ്ടാക്കുന്നത് അല്ലെ. അപ്പൊ കുറവ് ഫോഴ്സ് ആണ് കിട്ടുന്നത്, അതുകൊണ്ട് തന്നെ അവർക്ക് അധികം ഹേർട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ് കാരണം. രണ്ടാമതൊരു ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇതുപോലെയുള്ള, ഇപ്പൊ ഞാൻ 1-2 എക്സാമ്പിൾസ് പറഞ്ഞാലും ഇതുപോലെയുള്ള ഏത് എക്സാമ്പിൾസ് തന്നിരുന്നാലും നിങ്ങൾക്ക് റീസൺ കൊടുക്കാൻ പറ്റണം. ഇപ്പോ പാക്കിംഗ് മെറ്റീരിയൽസ്, ഇപ്പോ ഗ്ലാസ് അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒക്കെ പാക്ക് ചെയ്യുമ്പോൾ അതിനകത്ത്, ഈ പാക്കിങ്ങിന്റെ അകത്ത് ഈ തെർമോകോൾസ് അല്ലെങ്കിൽ എന്താ പറയാ വൈക്കോല്, ഈ ചെറിയ ചെറിയ പേപ്പർ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കാറുണ്ട് അല്ലെ. അതിന്റെ കാരണം എന്താണെന്നുള്ളതാണ് അടുത്ത ചോദ്യമായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിക്കാം. ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒക്കെ വെക്കുന്ന സമയത്ത് അവിടെയും ഈ മൊമെന്റം, അതായത് അഥവാ അത് താഴേക്ക് വീഴുവാണെങ്കിൽ ആ ഒരു വസ്തു റെസ്റ്റിൽ വരാൻ എടുക്കുന്ന സമയം കൂടുതലായിരിക്കും നേരെ താഴേട്ട് വീഴുന്നതിനേക്കാളും. അതിന്റെ ഇടയ്ക്ക് കുറെ പേപ്പർ അല്ലെങ്കിൽ സോ ഡസ്റ്റ് അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടൈം ഫോർ ചേഞ്ചിങ് ദ മൊമെന്റം ടു സീറോ ബിക്കംസ് മോർ. ടൈം കൂടുന്നതിനനുസരിച്ച് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കുറയുകയും ഫോഴ്സ് കുറയുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആർട്ടിക്കിൾസിന് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ഇനഫ് ആയിട്ടുള്ള ഫോഴ്സ് കിട്ടില്ല. കുറവ് ഫോഴ്സ് ആണ് അതിന്റെ മേലെ അപ്ലൈ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവയ്ക്കൊന്നും ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫോഴ്സ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവ സേഫ് ആയിട്ട് ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്തൊരു ചോദ്യം ചോദിക്കാൻ പറ്റുന്നത് ഷോക്ക് അബ്സോർബേഴ്സ്. എന്തുകൊണ്ടാണ് ഈ വണ്ടികളിലൊക്കെ ഷോക്ക് അബ്സോർബേഴ്സ് കൊടുത്തിട്ടുള്ളത്? അപ്പൊ അതെന്തെങ്കിലും കുഴിയിൽ വീഴുന്ന സമയത്ത് ഷോക്ക് അബ്സോർബേഴ്സ് ഉണ്ടെങ്കിൽ അതൊരു സ്പ്രിംഗ് എഫക്റ്റ് ആണ് അല്ലെ. പെട്ടെന്നൊരു സ്റ്റോപ്പിലോട്ട് വരില്ല, അതിങ്ങനെ തന്നെ ചാടി ചാടിയാണ് സ്റ്റോപ്പിലോട്ട് വരുന്നത്. അതിന്റെ അർത്ഥം അവിടെയും ടൈം ഡ്യൂറേഷൻ കൂടുതലായതുകൊണ്ട് ഫോഴ്സിന്റെ അളവ് കുറയും, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന്റെ അളവും കുറയും. അതുകൊണ്ട് അത് ഹേർട്ട് ആവില്ല എന്നുള്ളതാണ് ഇതിന്റെ കാരണം. ഇനി ക്രിക്കറ്റ് കളി കാണാനും കളിക്കാനൊക്കെ ഇഷ്ടമുള്ളവരായിരിക്കും നിങ്ങൾ എല്ലാവരും. അപ്പൊ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫീൽഡർ ആണെങ്കിൽ അയാൾ ഒരു ക്യാച്ച് എടുക്കുമ്പോൾ കൈ ഇങ്ങനെ മെല്ലെ താഴേക്ക് കൊണ്ടുവന്നിട്ടാണ് ആ ക്യാച്ച് എടുക്കാറുള്ളത്. അതിന്റെ കാരണം, അതായത് ആ കൈ താഴേക്ക് കൊണ്ടുവരുന്നതിന്റെ കാരണം, ഇങ്ങനെ കൈ താഴേക്ക് വലിക്കുന്നതോടുകൂടി നമ്മൾ ആ ബോളിനെ സ്റ്റോപ്പ് ചെയ്യാൻ കുറേയും കൂടെ സമയം പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പൊ ടൈം കൂടുക എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കുറയും, ആൻഡ് ഹെൻസ് ഫോഴ്സ് ഓൾസോ വിൽ ബി ഡിക്രീസ്ഡ്. ഫോഴ്സ് കുറയുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ പാമിൽ അല്ലെങ്കിൽ ആ ഫീൽഡറിന്റെ കൈയിന്റെ പാമിന് അധികം ഫോഴ്സ് കിട്ടില്ല. ഫോഴ്സ് കിട്ടാതാവുമ്പോൾ ഹേർട്ട് കുറവായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം ഇമ്പൾസിന്റെ കുറച്ച് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തത്. രണ്ടാമത്തേത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ആണ്. മൊമെന്റം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റവും പുതിയ ടോപ്പിക് അല്ല, നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. പക്ഷേ 11ാം ക്ലാസ്സിൽ വരുമ്പോൾ നമ്മൾ ഇതിന്റെ പ്രൂഫ് പഠിക്കേണ്ടത് ഒരു വെക്ടർ, മൊമെന്റത്തിനെ വെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ്. കാരണം നമ്മളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ വെക്ടർ ആയിട്ടാണ് മൊമെന്റത്തിനെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു പാത്ത് ഫോളോ ചെയ്തുകൊണ്ട് ആ രീതിയിലായിരിക്കണം നമ്മൾ അതിന്റെ പ്രൂഫ് പഠിക്കേണ്ടത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വെച്ചാൽ അതിന്റെ മുകളിൽ എക്സ്റ്റേണൽ ഫോഴ്സസ് ഒന്നും ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ മൊമെന്റം ഓഫ് എ ബോഡി റിമെയിൻസ് കൺസർവ്ഡ്. ടോട്ടൽ മൊമെന്റം ബിഫോർ എൻ ഇവന്റ് മസ്റ്റ് ബി ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ എൻ ഇവന്റ്. അതായത് രണ്ട് വസ്തുക്കൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത്, അതായത് രണ്ട് ബോൾസ് കൂട്ടിയിടിക്കുക അല്ലെങ്കിൽ രണ്ട് കാറുകൾ കൂട്ടിയിടിക്കുക, അങ്ങനെ കൂട്ടിയിടിക്കുന്നത് മാത്രമില്ല കേട്ടോ, ഏത് രീതിയിലും ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് അവ ഇന്ററാക്ട് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ഉണ്ടായിരുന്ന മൊമെന്റവും ഇന്ററാക്ഷന് ശേഷം ഉണ്ടാകുന്ന ടോട്ടൽ മൊമെന്റവും സെയിം ആയിരിക്കണം. ഈ ഹിറ്റിങ്ങിന് ശേഷം, ഇപ്പൊ ഇവിടെ ഞാൻ കാണിക്കുന്ന ഒരു ക്യാരംസും സ്ട്രൈക്കറും വെച്ച് നമ്മൾ കളിക്കുന്ന സമയത്ത് ഹിറ്റ് ചെയ്യുന്നതിന് ശേഷം
നമ്മൾ ആ കോയിന്റെയും അല്ലെങ്കിൽ ആ സ്ട്രൈക്കറിന്റെയും സ്പീഡ് നോക്കുവാണെങ്കിൽ വെലോസിറ്റിയിൽ ചേഞ്ചസ് ഉണ്ടായിരിക്കാം, പക്ഷെ മൊമെന്റം നമ്മൾ മൊത്തത്തിൽ ടോട്ടൽ മൊമെന്റം ഓഫ് ദി സിസ്റ്റം എടുക്കുന്ന സമയത്ത് അത് കോൺസ്റ്റന്റ് ആയിരിക്കണം എന്നുള്ളതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പറയുന്നത്. ഇൻഡിവിജ്വൽ ഒബ്ജക്ട്സിന്റെ മൊമെന്റത്തിൽ ചേഞ്ച് ഉണ്ടായിരിക്കാം, പക്ഷെ രണ്ട് വസ്തുക്കളുടെയും കൂടെയുള്ള ടോട്ടൽ മൊമെന്റം നോക്കുമ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ ഇവന്റ് ഇറ്റ് ഷുഡ് ബി കോൺസ്റ്റന്റ് എന്നുള്ളതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം അനുസരിച്ച് പഠിക്കുന്നത്. ഇതിന്റെ പ്രൂഫും സ്റ്റേറ്റ്മെന്റും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. പ്രൂഫിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ബോൾസിനെയാണ് എടുക്കുന്നത്. രണ്ട് ബോൾസ്, ഒരെണ്ണത്തിന്റെ മാസ് MA എന്നും അടുത്തതിന്റെ മാസ് MB എന്നുമാണ് എടുക്കുന്നത്. ഇനീഷ്യലി ആ വസ്തുക്കളുടെ മൊമെന്റത്തിന് VA എന്നും VB എന്നും എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് രണ്ട് വസ്തുക്കൾ ബിഫോർ ദേ ഗെറ്റ് കൊളൈഡ്. ഓക്കെ, അതിനുശേഷം ഈ രണ്ട് വസ്തുക്കൾ തമ്മിൽ കൂട്ടിമുട്ടി എന്ന് വെച്ചാൽ എന്താ, അവിടെ ഒരു ഫോഴ്സ് പരസ്പരം കൊടുക്കുന്നുണ്ട്. FBA എന്ന് പറയുന്നത് ഫോഴ്സ് ഓൺ B ബൈ A. എ എന്ന് പറയുന്ന വസ്തു ബിയിൽ കൊടുക്കുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് FBA എന്നുള്ളത്. അതേസമയം ഡി എന്ന് പറയുന്ന ബോൾ എയിൽ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, അതിനെ പറയുന്ന പേരാണ് FAB എന്നുള്ളത്. അങ്ങനെ ഇവ തമ്മിൽ ഒരു ഫോഴ്സ് ഇന്ററാക്ട് ചെയ്തു എന്ന് വെച്ചാൽ എന്താ, അവിടെ അവ തമ്മിൽ ഒരു പരസ്പരമായിട്ടൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി there can be a change in velocity അല്ലെ. അപ്പൊ VA and VB ആയിരുന്നു ഇവയുടെ ഇനീഷ്യൽ വെലോസിറ്റി. ഈ ഇന്ററാക്ഷന് ശേഷം അല്ലെങ്കിൽ ഈ കൊളീഷന് ശേഷം ഇവയുടെ വെലോസിറ്റിയിൽ വന്നിട്ടുള്ള മാറ്റമാണ് VA' ആൻഡ് VB'. അതായത് VA' എന്നുള്ളത് A എന്ന് പറയുന്ന ഒബ്ജക്റ്റിന്റെ ഫൈനൽ വെലോസിറ്റി, VB' എന്ന് പറയുന്നത് B എന്ന് പറയുന്ന വസ്തുവിന്റെ ഫൈനൽ വെലോസിറ്റിയാണ്. ഇപ്പൊ സിനാരിയോ എന്താണെന്ന് മനസ്സിലായല്ലോ. രണ്ട് വസ്തുക്കളുണ്ട്, എയും ബിയും, അവയുടെ മാസ് MAയും MBയുമാണ്. ബിഫോർ കൊളീഷൻ അവരുടെ വെലോസിറ്റീസ് VA ആൻഡ് VB ആയിരുന്നു. ആഫ്റ്റർ കൊളീഷൻ അവരുടെ വെലോസിറ്റി VA' ആൻഡ് VB' എന്ന് മാറിയിട്ടുണ്ട്. ഇത് കൊളൈഡ് ചെയ്യുന്ന സമയത്ത് മാസിന് വ്യത്യാസമൊന്നും വരുന്നില്ല. രണ്ട് ബോൾ കൂട്ടിമുട്ടി പരസ്പരം വേറെ ദിശയിലൊക്കെ പോയി കഴിഞ്ഞാലും അവയുടെ മാസിനൊന്നും വ്യത്യാസം വരുന്നില്ല അല്ലെ. അപ്പോ നമ്മൾ പഠിക്കുന്നത് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ അനുസരിച്ച് നമുക്കറിയാം ഫോഴ്സ് ഇൻ ടു ടൈം എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെന്റം ആയിരിക്കണം. കാരണം ഫോഴ്സ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം ആണ് അല്ലെ. അപ്പൊ ഫോഴ്സ് ഇൻ ടു ടൈം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം ആയിരിക്കണം. ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് വെച്ചാൽ എന്താണ്, ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം. അപ്പൊ ആദ്യം ഞാൻ എഴുതുന്നത് A എന്ന് പറയുന്ന വസ്തുവിന് സംഭവിച്ചിട്ടുള്ള ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. ദാറ്റ് ഇസ് FAB ഇൻറ്റു ഡെൽറ്റ T ഇസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം PA' ഇനീഷ്യൽ മൊമെന്റം PA ആണെങ്കിൽ ഫൈനൽ മൈനസ് ഇനീഷ്യൽ, ദാറ്റ് ഇസ് PA' മൈനസ് PA എന്ന് നമുക്ക് എഴുതാം അല്ലെ. ഇനി രണ്ടാമത്തെ വസ്തുവിന്റെ മൊമെന്റം ചേഞ്ച് എങ്ങനെ എഴുതാം, FBA ഇൻറ്റു ഡെൽറ്റ T ഇസ് ഈക്വൽ ടു PB' മൈനസ് PB എന്ന് നമുക്ക് എഴുതാം. ഇവിടെ ഡെൽറ്റ T എന്ന് പറയുന്നതാണ് ടൈം ഇന്റർവെൽ, അത് കോമൺ ആണ് രണ്ടിനും. ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഇല്ലെങ്കിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. There will be an equal and opposite reaction when one object applies a force on another object. There will be an equal and opposite reaction എന്നുള്ളത് അല്ലെ. അപ്പൊ ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ അനുസരിച്ച് ഈ രണ്ട് ഫോഴ്സസും ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് ആയിരിക്കണം. അതിന്റെ അർത്ഥം എന്താണ്, FAB എന്ന് പറയുന്നത് മൈനസ് ഓഫ് FBA ആയിരിക്കണം. ഫോഴ്സ് acting on A by B must be equal to negative of force acting on B by A. രണ്ടും പരസ്പരം കൊടുക്കുന്ന ഫോഴ്സ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ must be equal but opposite എന്ന് നമ്മൾ ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ അനുസരിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, FAB into delta T must be equal to minus FAB into delta T അല്ലെ. ഇവ രണ്ട് ഭാഗത്തും ഡെൽറ്റ T കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി FAB into delta T നമുക്ക് എഴുതാൻ പറ്റുന്നത് PA' minus PA എന്നാണ്. FBA into delta T നമുക്ക് എങ്ങനെ എഴുതാം, PB' minus PB എന്ന് എഴുതാം. അപ്പോ അവ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി ഇതിനെ നമ്മളൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പോവാണ്. സോ ഇറ്റ് ബിക്കംസ് വാട്ട്, PA' plus PB is equal to PA plus PB. അതായത് ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഇത് എന്താവും, മൈനസ് PB' പ്ലസ് PB എന്നാണ് വരുന്നത് അല്ലെ. ഇതില് ഈ PA എന്ന് പറയുന്ന ഈ ടേമിനെ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോയി, ഇവിടെയുള്ള മൈനസ് PB' നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോയി. അപ്പോ PA' പ്ലസ് PB' എന്ന് വെച്ചാൽ എന്താണ്, PA' എന്ന് പറയുന്നത് ഫൈനൽ മൊമെന്റം ഓഫ് A,
PB dash എന്ന് പറഞ്ഞാൽ ഫൈനൽ മൊമെന്റം ഓഫ് B. അപ്പൊ അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം? ടോട്ടൽ മൊമെന്റം after collision or total final momentum must be equal to PA plus PB എന്ന് വെച്ചാൽ ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. അതായത് PA പ്ലസ് PB എന്ന് പറയുന്നത് ടോട്ടൽ മൊമെന്റം ഇനീഷ്യൽ ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ പ്രൂഫ് എന്ന് പറയുന്നത്. 5 സ്റ്റെപ്പ് മാത്രം എഴുതിയിട്ടാണ് നമുക്ക് ഈ പ്രൂഫിലോട്ട് എത്താൻ പറ്റുന്നത്. ഡയഗ്രാം വരയ്ക്കുക, കറക്റ്റ് ആയിട്ട് മാസും വെലോസിറ്റി ഒക്കെ എഴുതി കൊടുക്കുക. അതിനുശേഷം ഇത് എന്താ പറയാ, നമുക്ക് വളരെയധികം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലോങ് ആൻസർ ക്വസ്റ്റൻ ആണ്. 3 മാർക്കിനോ 5 മാർക്കിനോ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. 2 ടോപ്പിക്സ് ആണ് ഫോക്കസ് ഏരിയയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഒന്ന് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ F is equal to ma എന്ന് പറയുന്ന ഫോഴ്സിന്റെ ഡെറിവേഷൻ പഠിക്കണം. ഇമ്പൾസ് എന്താണെന്ന് പഠിക്കണം. ഇമ്പൾസിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് എന്താണെന്ന് പഠിക്കുക. രണ്ടാമത് നമ്മൾ പഠിച്ചത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം, അതിന്റെ സ്റ്റേറ്റ്മെന്റും പ്രൂഫും പഠിക്കുക എന്നുള്ളതാണ്. 2 ടോപ്പിക്കും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് അല്ലെങ്കിൽ ഫീഡ്ബാക്ക്, നിങ്ങളുടെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് എഴുതാം. ഇനി വരുന്ന ലെസൺസ് മിസ്സാവാതിരിക്കാൻ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കാം. താങ്ക് യു once again for watching my video today. Have a wonderful day ahead to all of you.